പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട SCRT-യിലെ ബയോളജി ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ 9ാം ക്ലാസ്സിലെ SCRT പാഠഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന PC എക്സാമുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡ്രൈൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡ്രൈൻ ആണ്. ഒഡെൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്ന പല്ലിലെ ഭാഗം ഏത്? ഒഡെൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്ന പല്ലിലെ ഭാഗം പൾപ്പ് ക്യാവിറ്റി ആണ്. ആഹാരത്തെ ആമാശയത്തിൽ മതിയായ സമയം നിലനിർത്തുന്ന ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം പേശികൾ ഏതാണ്? ആഹാരത്തെ ആമാശയത്തിൽ മതിയായ സമയം നിലനിർത്തുന്ന ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം പേശികളാണ് വലയപേശി. വിഴുങ്ങുമ്പോൾ ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്നത് ഏത് ഭാഗമാണ്? ഉത്തരം എപ്പിഗ്ലോട്ടിസ് ആണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ അവയവം കരളാണ്. പിത്തരസത്തിന്റെ ധർമ്മം എന്താണ്? പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പക്വാശയത്തിലെത്തിയിട്ട് കൊഴുപ്പിനെ ചെറുകണികകൾ ആക്കുകയും അതേപോലെ pH ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ധർമ്മം. അടുത്ത ചോദ്യം, ജലം, ലഘു പോഷകഘടകങ്ങൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും നടക്കുന്നത് എവിടെ വെച്ചാണ്? ജലം, ലഘു പോഷകഘടകങ്ങൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായി നടക്കുന്നത് ചെറുകുടലിലാണ്. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നതും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നതുമായ ദഹനരസത്തിലെ എൻസൈം ഏതാണ്? ഉത്തരം ട്രിപ്സിൻ ആണ്. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നതും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ദഹനരസത്തിലെ എൻസൈമാണ് ട്രിപ്സിൻ. പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നതും ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നതുമായ ദഹനരസത്തിലെ എൻസൈമാണ് പെപ്സിൻ. അത് മാറരുത്. ട്രിപ്സിൻ എന്ന് പറയുന്നത് പാൻക്രിയാസിലെ ദഹനരസത്തിലുള്ള എൻസൈമാണ്. അതേസമയം ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിലെ എൻസൈമാണ് പെപ്സിൻ. അത് ആമാശയത്തിലെ പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമാണ് ലിപ്പേസ്. കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമാണ് ലിപ്പേസ്. വൻകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? വിറ്റാമിൻ കെയും ബി കോംപ്ലക്സുകൾ. മനുഷ്യരിൽ ഏത് തരം ദഹനമാണ് നടക്കുന്നത്? മനുഷ്യരിൽ കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ചെറുകുടലിന്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്ന പേര് പക്വാശയമാണ്. ചെറുകുടലിന്റെ നീളവും വ്യാസവും 6 മീറ്ററോളം നീളവും 2.5 സെന്റിമീറ്റർ ഓളം വ്യാസവുമാണ് ചെറുകുടലിനുള്ളത്. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവ ആഗിരണം ചെയ്യുന്നത് എവിടേക്കാണ്? ഉത്തരം രക്തലോമികകളിലേക്കാണ് ഗ്ലൂക്കോസും ഗാലക്ടോസും അതേപോലെ അമിനോ ആസിഡുകളും ആഗിരണം ചെയ്യപ്പെടുന്നത്. ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. രക്തത്തിലെ പ്ലാസ്മ 55%. പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ എന്നിവയാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ എന്നിവ. എന്താണ് ലിംഫ് വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി, സ്പ്ലീൻ എന്നിവ അടങ്ങുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ടിഷ്യൂ ദ്രവമാണ് ലിംഫായിട്ട് നമ്മൾ മാറുന്നത്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാവുന്നു. ഈ രോഗാവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് അതിരോക്ലീറോസിസ്. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.